ഒരു സന്തോഷ വാർത്ത അണ്ണൻ വിളിക്കിറങ്ങി. എന്താണോ അണ്ണൻ വെളിവിട്ടിറങ്ങി? സേ ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ ജയസൂര്യക്കെതിരെ ഇഡി 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ മരവിപ്പിച്ചു. ത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ജയസൂര്യ. ഇതിനു മുമ്പ് പലതവണ ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ സ്വത്തുക്കൾ മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ആപ്പ് തട്ടിപ്പ് ഇപ്പോൾ നടപടിയിലേക്കാണ് ഇ ഡി കടന്നിട്ടുള്ളത്. 2 തവണ ഇ ഡി ജയസൂര്യയെ ചോദ്യം ചെയ്തിരുന്നു. ഈ ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ജയസൂര്യ എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ. എന്തായാലും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജയസൂര്യക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത്. കള്ളം, പച്ചക്കള്ളം. 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി മരവിപ്പിച്ചിട്ടുള്ളത്. മരവിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ഒരു കണ്ടെത്തലാണ്. ഇനി ഈ സ്വത്ത് കൈമാറ്റം ചെയ്യാനോ മറ്റു ക്രയവിക്രയത്തിനോ ഒന്നും ജയസൂര്യക്ക് സാധിക്കില്ല. ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവിട്ടതുപോലെ സൂനവിട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. തനിക്ക് ബന്ധമില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ജയസൂര്യ മാധ്യമങ്ങളോടൊക്കെ അടക്കം പറഞ്ഞിരുന്നത്. കാരണം താൻ ഒരു പരസ്യം അഭിനയിക്കുക അല്ലെങ്കിൽ പരസ്യത്തിന്റെ ഭാഗമാകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഈ ജയസൂര്യയുമായി സേവ് ബോക്സ് ആപ്പിന്റെ ആപ്പ് കരാറിലെത്തിയിരുന്നു. ബ്രാൻഡ് അംബാസഡറായാണ് കരാറിൽ എത്തിയിരുന്നത്. തുടർന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജയസൂര്യയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. എല്ലാം ഞാൻ പൊളിക്കും. വിത്തിൻ 24 hours 20 minutes നടപടിയിലേക്ക് എന്തായാലും ഇ ഡി കടന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുള്ളത്. 39 ലക്ഷം രൂപയുടെ സ്വത്താണ് ഇപ്പോൾ ഇ ഡി മരവിപ്പിച്ചിരിക്കുന്നത്. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നത് കരുതിയാൽ മതി. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ.